السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: هو يوم القيامة مع من أحب، أو كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും വളരെയധികം മഹത്വമുള്ള ഒരു സമയത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് പവിത്രമായ യൗമുൽ ജുമയിലുള്ള ഈ സമയം. എന്നാൽ ഈ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും അവിടുത്തെ ജീവിത രീതികളെ കുറിച്ചും നാം കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ അത് തന്നെ വലിയൊരു ഇബാദത്ത് തന്നെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കാം. എന്നാൽ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് സഫർ മാസത്തിലാണ്. ഏതാനും 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ സഫർ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. എന്നാൽ നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ, വളരെ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വരികയാണ്.
ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വളരെയധികം ആനന്ദവും ആഹ്ലാദവുമായിരിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ ആ പവിത്രമായ മാസം നമ്മളിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ അർത്ഥത്തിലും വളരെ മാതൃകാപരമായ രീതി ജീവിതങ്ങൾ കാണിച്ചു തന്ന വലിയ നേതാവാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് നാം ആഘോഷിക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പവിത്രമായ റബീഉൽ അവ്വൽ വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ നാഥനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുന്നതിന് മുമ്പായി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉണർത്താനുള്ളത്, നാം നിസ്സാരപ്പെടുത്തരുത്. എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ ഒരുപാട് മഹത്വങ്ങൾ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നാം ചിട്ടപ്പെടുത്തണം. ഏറ്റവും വലിയ മഹത്വം എന്നുള്ളത് നമ്മുടെ നേതാവ് ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ആ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പള്ളികളും മദ്രസകളും അറബിക് കോളേജുകളും വീടുകളും അങ്ങനെ അങ്ങാടികൾ വരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനത്തെ സ്വീകരിക്കാൻ, ഈ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, 4 സമയങ്ങളിലാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അട്ടഹസിച്ച് കരയുന്നത് എന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ശപിക്കപ്പെടുമ്പോഴാണ്. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ പേര് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ എന്ന് പറയണം, ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞ് ഓടുന്നതാണ് എന്ന് മുൻഗാമികൾ നമ്മോട് ഉണർത്തുകയാണ്. രണ്ടാമത്തത് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുമ്പോൾ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അവിടുന്ന് കരയുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞോടിയതായി ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തത് ഫാത്തിഹ ഇറങ്ങിയപ്പോൾ, സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസത്തിൽ പലതവണകളിലായി ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നവരാണ്. ഈ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ സമയത്തും ഇങ്ങനെ ഉണ്ടായെന്ന്
മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ദുഃഖിച്ച് കരഞ്ഞ സന്ദർഭങ്ങളാണ്. എന്നാൽ നബിദിനത്തിൽ ദുഃഖിക്കുന്നവർ ആരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നാം ഈ വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കേണ്ടത്. റബീഉൽ അവ്വൽ മാസം, അതുപോലെ തന്നെ നബിദിനത്തിൽ ദുഃഖിക്കല്, നബിദിനത്തിന് പ്രത്യേകമായ ഒരു പവിത്രതയൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ പിൻഗാമികൾ നാം അവരെ ഏത് ലിസ്റ്റിലാണ് പെടുത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഖൽബിൽ ഈമാനുള്ള ഒരു വ്യക്തിക്ക് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ഉണർത്തിയത് എന്താണ്? യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ, നിശ്ചയം അങ്ങയെ നാം സാക്ഷിയായും അതുപോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും താക്കീതുകാരനായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. എന്നാൽ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ അഹ്സാബ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ തഫ്സീറുകൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആ മഹത്വങ്ങൾ നാം വായിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഇത് കെട്ടുകഥകളല്ല. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, നമുക്കൊക്കെ പരിചയമുള്ള ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മഹാനായ ഇബ്നു കസീർ, അങ്ങനെ റൂഹുൽ ബയാൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. നാം ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനിന്റെ ആ വ്യാഖ്യാനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വിശാലമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? പരിശുദ്ധമായ ഖുർആനാണ് റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന് തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ വരികൾക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കപ്പെടാതെ പോയിട്ടില്ല. ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയത് ഷാഹിദൻ മുബശ്ശിറൻ വനദീറ, ഒരു സന്തോഷമായിട്ട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷിയായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും താക്കീതുകാരനുമായിട്ടാണ് അല്ലാഹു അയച്ചിട്ടുള്ളത്. തീർന്നില്ല. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഖുർആൻ എത്ര വ്യക്തമായാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വദാഇയൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന അനുസരിച്ച് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായും അതുപോലെ തന്നെ വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന വിളക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആരെ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്നാൽ ആ പ്രകാശമായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഇവരൊറ്റ ആയത്ത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല.
നമുക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് എത്രത്തോളം നാം ചെയ്താലും അതിലൊരിക്കലും പരിധിയും പരിമിതിയുമില്ല. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദയായ ഖസീദത്തുൽ ബുർദ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മൗലിദ് കിതാബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വെറുതെ രചിച്ചതല്ല. അതിന്റെ ഉത്ഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അവിടുന്ന് ആ ഓരോ വരികൾ എഴുതുമ്പോൾ ഈ 2 റക്അത്തുകൾ നിസ്കരിച്ചു വളരെ പൂർണ്ണമായ ഒന്നുകൂടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതങ്ങളും ആ റസൂലുള്ളാഹിയുടെ സ്വഭാവങ്ങളും കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ബുർദയുടെ അർത്ഥം ഒരിക്കലും തീരുന്നില്ല. ആ ബുർദയുടെ വരികൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പല ടെക്നോളജികളുമുള്ള കാലഘട്ടത്തിൽ, ആധുനികമായ സയൻസുകളും അതുപോലെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ പോലും പല ആധുനിക ചിന്താഗതിയുള്ള ആളുകൾ ഈ വരികളെ കുറിച്ച് തന്നെ വളരെ മഹാത്മ്യമാണ് പറഞ്ഞത്. ഈ വരികളെ കുറിച്ച് അവർ വലിയ അത്ഭുതങ്ങളാണ് പറയുന്നത്. കാരണം പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സാഹിത്യങ്ങളുടെ കലവറയായിക്കൊണ്ട് തന്നെ ഇങ്ങനെ എഴുതിയെങ്കിൽ ആ പ്രവാചകൻ സാധാരണ ഒരു മനുഷ്യനാണോ എന്നാണ് ഈ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയ പല ആളുകളും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എത്രത്തോളം പുകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം പുകഴ്ത്തി കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം വരുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ലാഭമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഹദീസുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതമെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമാണ് എന്ന് തന്നെ പറഞ്ഞത്. പല സൂറത്തുകൾ എടുത്തു നോക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓരോ വിശാലമായ ചർച്ചകൾ നാം കാണുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായി ഈ ലോകത്ത് എനിക്ക് എന്റെ റബ്ബ് ജീവിക്കാനുള്ള സൗകര്യം നൽകിയല്ലോ, ഞാനാണ് ഏറ്റവും വലിയ മഹത്വമുള്ളവനെന്ന് തോന്നിപ്പോകും. കാരണം അങ്ങനത്തെ ഒരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിക്കുന്ന ഒരു പ്രിയപ്പെട്ട ആൺകുഞ്ഞിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെക്കൽ തന്നെ എത്ര മഹത്വമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച കാര്യമാണത്. എന്നാൽ മുഹമ്മദ് എന്ന പേരിനെ ബഹുമാനിക്കണമെന്ന് തന്നെയാണ് മഹാന്മാരായ ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താ? അത് റസൂലുള്ളാഹിയുടെ പേരാണ്. അഹ്മദ്, അതുപോലെ മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന പേര് നാം പറയുമ്പോൾ ഒരു ചുംബനം പോലെയാണ് നമ്മുടെ ചുണ്ടുകൾ അടയുന്നത്. അങ്ങനെ വേണമെന്ന് തന്നെയാണ് നമ്മുടെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ ചുണ്ടുകളെ കൊണ്ട് നാം പറഞ്ഞു നോക്കിയേ. നമ്മുടെ ചുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കൂടണം. ഒരു ചുംബനം നമ്മുടെ ഉമ്മയുടെയോ അല്ലെങ്കിൽ നമ്മുടെ പിഞ്ചോമന മക്കളുടെ കവിൾത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കുമ്പോൾ നാം ആരും വാ തുറന്ന് ചുംബിക്കാറില്ല, ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചാണ് ചുംബിക്കുന്നത്. എന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ പേരെന്ന് പറയുമ്പോൾ ഒരു ചുംബനം പോലെയാണ്. അവിടെയും ഒരു സ്നേഹമാണ് നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് ആ പ്രവാചകനെ എത്രത്തോളം വർണ്ണിച്ചാലും എത്രത്തോളം പറഞ്ഞാലും ഒരിക്കലും അസ്തമിക്കുന്നില്ല. മഹാന്മാര് പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഒരു സമുദ്രം മുഴുവനും മഷിയായിക്കോട്ടെ. മനസ്സിലാക്കണം നമ്മൾ, ഒരു സമുദ്രം മുഴുവനും മഷിയായിക്കോട്ടെ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും കലമായാലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതിയാൽ തീരുന്നില്ല. അത്രത്തോളമാണ് നമ്മുടെ നേതാവ് ഹബീബായ തങ്ങൾ. എന്നാൽ ആ റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യലും ആ റസൂലുള്ളാഹിയുടെ പാതകൾ പിൻപറ്റലും എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, കടമയാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദിരാ സമയങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ച് ആത്മാർത്ഥമായി സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലി മദീനയിലേക്ക് സമർപ്പിച്ചിട്ട് ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഹബീബായ തങ്ങളെ ഒരാൾ സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും കള്ളമല്ല എന്ന് കളവ് പറയാത്ത സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ കാര്യം എന്താണ്? ആ മുത്തു നബിയുടെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലുക. ആ മുത്തു റസൂലുള്ളാഹിനെ നമ്മൾ റോൾ മോഡലാക്കണം, അവിടത്തേക്ക് നമ്മൾ പിൻപറ്റണം. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്, വമയ്യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണ്? വമയ്യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം, ഖുർആനിന്റെ കൽപ്പനയാണ് നമ്മൾ അനുസരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടേ ഒരു മുസ്ലിം ഈ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ. അതിനെതിരെ പ്രവർത്തി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ മോശക്കാരൻ തന്നെയാണ്, നാശകാരി തന്നെയാണ്. ചിന്തിക്കേണ്ട വിഷയങ്ങളാണത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് എന്താ? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം ഖുർആൻ പറയാണ്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് ഉണർത്തുന്നത്? അവൻ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, രക്തസാക്ഷികൾ, സജ്ജനങ്ങളോടൊപ്പമായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവിടെ റസൂലുള്ളാഹിനെ മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, സിദ്ദീഖീങ്ങളുണ്ട്, രക്തസാക്ഷികളുണ്ട്, ബദരീങ്ങളുണ്ട്, ഉഹദീങ്ങളുണ്ട്, ഹദ്ദത്തിൽപ്പെട്ടവരുണ്ട്. ആരെല്ലാം രക്തസാക്ഷികളായിട്ടുണ്ടോ അവരുണ്ട്. പിന്നെയോ സ്വാലിഹീങ്ങളുണ്ട്, സജ്ജരായ ആളുകള്, ഇങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് ഖുർആനിന്റെ അവസാനം പറയുകയാണ്, വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. പരിശുദ്ധമായ സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്തിലാണ് അല്ലാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഞാനും നിങ്ങളൊന്ന് ചിട്ടപ്പെടുത്തുമ്പോൾ, പ്രവാചകന്റെ വഴിയിലൂടെ, സിദ്ദീഖീങ്ങൾ കാണിച്ച വഴികളിലൂടെ, നമ്മുടെ ശുഹദാക്കൾ കാണിച്ച വഴിയിലൂടെ, നമ്മുടെ സജ്ജനങ്ങൾ നമുക്ക് കാണിച്ചെന്ന വഴിയിലൂടെ നാം അങ്ങനെ പിൻപറ്റുമ്പോൾ, അവരുടെ ആ രീതിയിലുള്ള ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രയാസങ്ങളില്ല, നമുക്ക് വിഷമങ്ങളില്ല, നമുക്ക് ദുഃഖിക്കേണ്ടതില്ല. എന്നാൽ ഇത്തരമുള്ള ആളുകളെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ട് ആ കൽപ്പനകളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് നമ്മുടേതായ ഇഷ്ടാനുസരണമുള്ള ജീവിതവുമായി ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോൾ
പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുന്നതാണ് മുഅ്മിനീങ്ങളെ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ മുൻഗാമികൾ വളരെ ഭംഗിയായി ജീവിച്ചു. അവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതങ്ങളാണ്. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മുടെ ആത്മീയത നമ്മളങ്ങ് വിട്ടുകളഞ്ഞു. ഇന്നതാണ് പലപ്പോഴും പല പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണം. ഖുർആൻ പറഞ്ഞത് എന്താ? ഇങ്ങനെയൊക്കെ അനുസരിക്കുമ്പോൾ അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അപ്പൊ വിശ്വാസി ആരായിരിക്കണം? അനുസരണയുള്ളവരാകണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് ഈ ഒറ്റ ആയത്തിൽ നിന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് നബിയെ അനുസരിക്കുക, മഹാന്മാരുടെ കൂടെ ചേരുക. ഇതൊക്കെ നമ്മുടെ നല്ല കൂട്ടുകാരന്മാരാണ്. ദുനിയാവിൽ നമുക്ക് എത്ര കൂട്ടുകാരാ, എത്ര സഹവാസികളാ. പക്ഷേ ആഖിറത്തിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ നമുക്ക് ആരാണുള്ളത്? ഈ പറയപ്പെട്ട ഖുർആൻ പറഞ്ഞ ഈ കൂട്ടുകാരാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഫർ വിട പറയുകയാണ്. കടന്നു വരുന്നത് അള്ളാന്റെ റസൂലിന്റെ 1500ാമത്തെ ജന്മദിനമാണ്. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൊരുത്തമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം കിട്ടുന്നത്. അതുകൊണ്ട് ആ സ്നേഹത്തിന് വേണ്ടി ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പിൻപറ്റണം. അതാണ് ഖുർആനും പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? അല്ലാഹുവിനെ നിങ്ങൾ പിൻപറ്റുക. തൊട്ടടുത്ത് പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ. അങ്ങനെ പിൻപറ്റി ജീവിക്കുമ്പോൾ തീർച്ചയായും നാളെ റബ്ബിന്റെ കോട്ടിൽ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മൾ പെടുന്നതാണ്. അല്ലാഹു അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികളെ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അല്ലാഹു എല്ലാം ചിന്തിക്കുന്ന ഖൈറിന്റെ അധികാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.